ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ നண்பர்களே, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത 100 ഇയർ ലൈഫ് സിമുലേറ്ററാണ് ഗൈസ്. അപ്പം ഇതെന്താ സംഭവം എന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് തോന്നുന്നത് 100 വർഷം നമ്മൾ സർവൈവ് ചെയ്യുന്നതിൻ്റെ ഗെയിമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം. പക്ഷേ ഇതൊരു ആൻഡ്രോയിഡ് നോർമൽ ഒരു ഫോൺ ഗെയിമാണ് ഗൈസ്, ആൻഡ്രോയിഡ് ഗെയിം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗെയിമിലേക്ക് പോയാലോ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇവിടെ ഓൾറെഡി ഗെയിം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇല്ലടാ ജെൻഡർ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് ഗൈസ്. നമ്മൾ മെയിലായിക്കോട്ടെ, നമുക്ക് മെയിൽ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഫിനിഷ് ആയി. ഇനി എന്താ കഴിഞ്ഞ? ഓക്കേടാ നമ്മൾ ഓക്കെ ഓക്കെ ഗൈസ് 100. ഇതെന്താ ചെയ്യണ്ടേ ഗൈസ്? ഓ ഗുഡോ. ഓ നമ്മൾ കറക്റ്റാ സെൻറ്റർ എത്തുമ്പോൾ നിൽക്കണം തോന്നുന്നു ഗൈസ്. ഓ എടാ എനിക്ക് വന്നാൽ പച്ച എത്തുമ്പോഴാണ് നിൽക്കണ്ടേ? ഓക്കേടാ പച്ച. പച്ചയല്ലേ? ഓക്കേടാ. ചൂസ് യുവർ ബോഡി ബോഡി അല്ലടാ, ചൂസ് യുവർ ബേബി ഗൈസ്. നമ്മൾ കുറച്ച് അത്ര വെളുപ്പും വേണ്ട അത്ര കറുപ്പും വേണ്ട ഗൈസ്. നമുക്കൊരു മീഡിയം സൈസ് ചെയ്തെടുക്കാം. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളല്ലേ അത്? നമ്മളാടാ. വാട്ട്സ് യുവർ നെയിം? എൻ്റെ പേര് ഗൈസ് നമ്മളെപ്പം കൊടുക്കുന്നതൊക്കെ RTR ബോയ്. ഓക്കെ, അതാണ് നമ്മളുടെ പേര്. ഓക്കെ ഗൈസ്, അത് കൊടുത്തിട്ടുണ്ട്. ശരിയാടാ. ഓക്കെ ഗൈസ്, നമ്മളുടെ പേര് RTR ബോയ്. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഒരു ഇയർ ഗൈസ്. അപ്പോൾ ഒരു വയസ്സ് ഗൈസ്. തുടങ്ങിയാലോ പ്ലേ? കമോൺ ഗൈസ്. ഓക്കേടാ. ഇവിടെ നമ്മൾ മറ്റേ ഇത് ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ അച്ഛനും അമ്മയാടാ. അച്ഛൻ കൈകൊട്ടുന്ന്, അമ്മ അവിടെ നിന്ന് ഡാൻസ് കളിക്കണേ. നമ്മളോട് ചോദിക്കുന്നു ഗൈസ്, അച്ഛനെയാണോ അമ്മേനെയാണോ വേണ്ടേന്ന്. ഓക്കെ ഗൈസ്, എവിടെ പോകണ്ടേ ഗൈസ്? നമുക്ക് ആണെങ്കിൽ രണ്ടാളും ഇഷ്ടമാണ്. പക്ഷേ എല്ലാ കുട്ടികളും അധികം അച്ഛനേക്കാളും അമ്മൻ്റെ അടുത്താണല്ലോ പോക്ക്. അപ്പം നമുക്ക് അമ്മൻ്റെ അടുത്തൊക്കെ തന്നെ പോയോക്കാം, എന്താ സംഭവിക്കാൻ നോക്കാലോ ഗൈസ്. അച്ഛന് ഫീലായി. നമ്മളത് ജയിച്ചു ഗൈസ്, നമ്മളത് ജയിച്ചു. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. 2 കൊല്ലം ഗൈസ്. കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. നമ്മൾ പരങ്ങുന്നതിൽ നിന്നും നടക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല. ഓക്കെ ഗൈസ്. ഓക്കെ, നമ്മളിനി റോഡ് ക്രോസ് ചെയ്യണം തോന്നുന്നു ഗൈസ്. നോക്കട്ടെ. അയ്യോ. ഓക്കെ ഗൈസ്, നമ്മളില്ലേ ആ ബോൾ വരുമ്പോൾ പോയിക്കൂടാ ഗൈസ്. ഓക്കെ ഇവിടേക്ക്. ഓക്കെ ഗൈസ്. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ അമ്മേൻ്റെ അടുത്തേക്ക് റോഡല്ലടാ ഗൈസ്, വീട്ടിൻ്റെ ഉള്ളിലാടാ ഗൈസ്. ഞാൻ റോഡ് എന്നാണല്ലോ പറഞ്ഞേക്കണേ. ഓക്കെ മൈ മിസ്റ്റേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് 3-ാമത്തെ കൊല്ലം. എന്നിട്ട് നമ്മൾ പെരങ്ങേനെ ഇന്ന്. ഓക്കെ ഗൈസ്, പമ്പേഴ്സൊക്കെ മാറി ഷെഡ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ജെട്ടിയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, നമ്മൾ ഇപ്പോൾ പെരങ്ങുന്ന കുഞ്ഞി. ഓക്കെ, എണീച്ച് നടക്കല്ലേടാ. ഓക്കെ, ഇവിടെ ഉണ്ട് വേസ്റ്റ് ഉണ്ട്, ടോയ് നൈഫ്. നമുക്ക് കുപ്പി ഗ്ലാസ്സിനെ കൊണ്ടൊരു ആവശ്യമില്ലല്ലോ ഗൈസ്. നമ്മൾ കുഞ്ഞാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പട്ടാളക്കാരൻ്റെ അല്ല ഗൈസ് ആവശ്യം. അപ്പം നമ്മൾ ടോയ് നൈഫ് എടുത്തിട്ടുണ്ട്. നൈഫ് എന്തോ സാധനം. ഓക്കെ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അയ്യോ ഗൈസ്, എൻ്റെ അതേ സ്വഭാവം. അച്ഛൻ വന്ന് ഇപ്പം കിട്ടും. ഇപ്പം ചട്ടം ചൂടാക്കിയിട്ട് കുണ്ടിക്ക് വെച്ചിരും ഗൈസ്. അയ്യോ, അച്ഛൻ്റെ മുഖം തീർത്ത്. അയ്യോ അച്ഛൻ. അതും പാസ്സായടാ ഗൈസ്. ഞങ്ങൾ അത് പാസ്സായിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അവിടുന്ന് ഒരു സാഡ് ലുക്ക് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. നമുക്കെന്തോ സ്റ്റാറൊക്കെ കിട്ടിയടാ. ഗൈസ്, നമ്മളൊരു പയ്യനായിട്ടുണ്ട്. ഡയറക്റ്റ് 5-ാമത്തെ വയസ്സിലടാ. ഓക്കെ, അവിടെ 4 നമ്മൾ കട്ടാക്കി. ആ 4 പകരാൻ തോന്നുന്നു ഗൈസ് അവിടെ സ്റ്റാർ. അങ്ങനെ നമ്മളൊരു 5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ല ഗൈസ്, ഇന്നാളോട് ചൈൽഡാണ്. ഓക്കെ, നമുക്ക് 5-ാമത്തെ കൊല്ലം എന്താ? നമ്മൾ സ്കൂളിലൊക്കെ പോലെ ഗൈസ്. ഈ ലഞ്ച് ടൈം ഗൈസ്, ഉച്ചഭക്ഷണം കഴിക്കേണ്ട ടൈമാ. നമ്മളുടെ ലവറാ. സീനി. ഓക്കെ, ഇൻവൈറ്റ് ഹെയർ ഫോർ ലഞ്ച്, ഈറ്റ് എലോൺ ഗൈസ്. അവളുടെ കൂടെ ലഞ്ച് കഴിക്കാനും ഉണ്ട്, നമ്മൾ എലോൺ ഒറ്റക്ക് കഴിക്കാനുണ്ട് ഗൈസ്. ഞാൻ സിഗ്മയാടാ ഗൈസ്. എനിക്ക് മറ്റേ ഗൈസ് ഇതില്ലേ നോ ഗേൾസ് ഓൺലി സിഗ്മ അങ്ങനെ എന്തോ ഒരു പോസ്റ്ററില്ലേ ഗൈസ്. ഓക്കെ അപ്പം നമ്മൾ സിഗ്മയാണ് ഗൈസ്. നമ്മൾ ഒറ്റക്കാലത്ത് നിന്ന് എന്താവുക സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഇതെന്താണ് സാധനം? അവിടെ പോയി. ഗൈസ്, നമ്മൾ ഇൻട്രോവേർട്ടാണാ. അയ്യോ ഗൈസ്, അവരപ്പുറം ഒരുമിച്ച് അയക്കണം, ഞാൻ മാത്രം ഒറ്റക്ക്. അത് കുറച്ച് കൂടിപ്പോയി ഗൈസ്. അത് പാസ്സാണാ? ഞാനത് പാസ്സാടാ.
ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നത് ഇതിൽ ഇതുപോലെ ഇങ്ങനെ ഓരോരോ ചോദ്യം ഉണ്ടാവും. അതിൽ നമ്മളിങ്ങനെ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമില്ല ഒന്ന് സെർച്ച് ചെയ്തിട്ട്, അല്ല സെർച്ച് ചെയ്തല്ല, അക്സെപ്റ്റ് ചെയ്തിട്ട് പോലാന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് 6 വയസ്സായിട്ടുണ്ടാ. ഇവൻ്റെ തലൻ്റെ മുടിയിൽ എന്താടാ മറ്റേ ചോട്ടാബീൻ്റെ മുടി പൊന്തിക്കുന്നത്. ഓക്കെ, 6ാമത്തെ വയസ്സ്. ഓക്കെ ഗൈസ്, നമ്മൾ 6ാമത്തെ വയസ്സിലേക്ക് അങ്ങനെ നീങ്ങുകയാണ്. അമ്മ എന്തോ പോയി. ഓ അമ്മ ഗൈസ്, നമ്മളില്ലേ ബാത്റൂമിൽ പോയിട്ടില്ലേ, കക്കൂസ് കഴുകിയില്ല ഗൈസ്. നമ്മൾ കാര്യം സാധിച്ചിട്ട് നൈസിൽ അങ്ങോട്ട് മുങ്ങി ഗൈസ്. പക്ഷെ അമ്മ പൊക്കി. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഇത് നമ്മൾ തുറക്കണം ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ഇതിനെന്തോ പറയണ്ടല്ല ഗൈസ്. ഇതിനെ ഗൈസ് ടോയ്ലറ്റിൻ്റെ ഇതിനെന്തോ പറയല്ലേ ഗൈസ്. അതിനാ വൃത്തിയാക്കാണ് ഗൈസ്. ഒരു മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഓക്കെ ഗൈസ്, 82% ആകുമ്പോഴേക്ക് തന്നെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിത് കാണുന്നില്ല ഗൈസ്. വീണ്ടും തൂറാൻ പറ്റില്ല ഗൈസ്. വീണ്ടും ഞാൻ ഇതേ സ്ഥലത്തേക്ക് തന്നെ ഇടാം പോകണ്ടേ കാര്യം സാധിക്കാൻ. അപ്പം നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി തന്നെ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, ഒരു കിണ്ണങ്കാച്ചി ഗെയിമാടാ ഇത്. കളിക്കാനൊരു വൈബ് ഉണ്ടടാ. ഓക്കെ ഗൈസ്, സെറ്റായി പെർഫെക്റ്റ്. താങ്ക് യു ഗൈസ്. അങ്ങനെ 6ാമത്തെ വയസ്സത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം പിന്നെ ഓക്കെ ഗൈസ്, ഡയറക്റ്റ് 7ലേക്കാണ്. നമുക്കൊരു ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറച്ചും കൂടി ഒന്ന് മെച്യൂർഡായി തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ ക്യാമ്പിങ്ങിന് വന്നാന്ന് തോന്നുന്നു ഗൈസ്. അച്ഛനും അമ്മേൻ്റെ അപ്പുറം. അച്ഛൻ അവിടെ ഇരുന്ന് കാറ്റുള്ളുണ്ട്. അവിടെ ഓക്കെ മീൻ പിടിക്കാൻ വേണ്ടി ഒരു റോഡൊക്കെ ഉണ്ട്. കുറച്ച് പിള്ളേർ അവിടെ വള്ളത്തിൽ കളിക്കണ്ടാ. നമ്മളോട് പറഞ്ഞേക്കണേ ഇവിടെ ഫിഷിങ് ഉണ്ട്, ജോയിൻ ദമ്മുണ്ട് ഗൈസ്. നമ്മ കയ്യിൽ സിഗ്മ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നപ്പോൾ നമ്മൾ ആകെ ഇട്ട് ഊമ്പി. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കേണ്ട അവസ്ഥ വന്ന്. അതുകൊണ്ട് ഞാനില്ലേ ഗൈസ്. അവരപ്പുറം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് 3 ഗൈസ്. ഗൈസ് ഒരു മിനിറ്റ് ഗൈസ്. അപ്പം നമുക്കിവിടെ ഫിഷിങ്ങേ നടക്കും. കാരണം നമുക്ക് അവരപ്പുറം ജോയിൻ ചെയ്യണമെങ്കിലില്ലേ ഈ ഗോൾഡൻ കണക്കത്തെ സാധനം ഇല്ലേ 3 വേണം. അപ്പം നമുക്കിപ്പോൾ ഫിഷിങ്ങേ നടക്കും ഗൈസ്, വേറൊന്നും നടക്കൂല. ചൂണ്ടയും കണ്ണിയില്ലാത്ത റോഡോ ഗൈസ്, അതെന്ത് സംഭവം? ഓക്കെ ഗൈസ്, അവരവിടെ സന്തോഷത്തോടെ കളിക്കണ്. നമ്മ മാത്രം ഇവിടെ മീനും പിടിച്ചിട്ട് നിൽക്കുന്നു. മീന് കിട്ടി വലിക്കടാ. ഇവന് മീൻ പിടിക്കാൻ അറിയില്ല മൊണ്ണെ. പിടിച്ച് വലിക്കടാ. ഓക്കെ കിട്ടി ഗൈസ്. ഓക്കെ, അച്ഛനെ കൊണ്ടേ കൊടുക്ക്. ഇത് പഫർ ഫിഷ് ആണ് ഗൈസ്, കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഞമ്മക്കില്ലേ 8ാമത്തെ വയസ്സിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത് കിട്ടി. പക്ഷെ അത് ഏടാടാ. ഓക്കെ ഗൈസ്, നമുക്കിനി ഡയറക്റ്റ് 8ലേക്ക്. ഓക്കെ, ടാഗ് എവരി വണ്ണോ. ഓക്കെ ഗൈസ്, നമ്മളോട് പറഞ്ഞേക്കില്ലേ ടാഗ് എല്ലാവരും കൊണ്ട് പിടിക്കാം ഗൈസ്. 2 ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് ഒരുത്തി ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നു. പിടി. ഇങ്ങോട്ടോ നിക്കടി. ഓക്കെ ഗൈസ്, അവളെയും പിടിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? ഇവൾക്ക് പേവിഷബാധയായിട്ടുണ്ടോ ഗൈസ്? പട്ടി ഓടണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പൊട്ടത്തി. എൻ്റെ പൊന്നെ, അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ പിടിക്കാൻ കഴിയില്ലാന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ 9ാമത്തെ വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഇനിയും 91 വയസ്സ് വരെ ജീവിക്കാനുണ്ടടാ. വെറും 80% നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടും. ഓക്കെ, നമ്മളുടെ റൂമിൽ നമ്മളൊരു ഡ്രോയർ തുറന്ന് അതിൽ ബനാന ഉണ്ട്, ക്ലോത്ത് ഉണ്ട്. പക്ഷെ നമുക്ക് എന്തുണ്ടാക്കാനാ? മുമ്പിലൊരു മത്തങ്ങ മുറിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ മത്തങ്ങ മുറിക്കുന്നത് ഏത് ദിവസമാടാ? മറ്റേ ഗൈസ് മറ്റേ പ്രേതത്തിൻ്റെ എന്തോ ഇല്ല ഗൈസ്, വീട്ടിലൊക്കെ വന്നിട്ട് മുട്ടായി അങ്ങനെ അതെന്തോ ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, പഴമുണ്ട്, ക്ലോത്ത് ഉണ്ട് ഗൈസ്. ഈ രാത്രി ഇവൻ പഴം തിന്നണ കടക്കാനായിരിക്കൂലേ ഗൈസ്? അപ്പോൾ ക്ലോത്ത് ആയിരിക്കൂലേ? ഇവനേക്കാളും ഉണ്ടല്ലോ ഇവൻ്റെ PC. ഇവനേക്കാളും ഉണ്ടല്ലോ ഗൈസ് ഇവൻ്റെ മറ്റേ മോണിറ്റർ നോക്കറാ. ഓക്കെ ഗൈസ്, ഞാൻ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഇത്? ഗൈസ് ഇതെന്താടാ ജോക്കറോ? ഗൈസ് എന്റെ പൊന്ന് ഗൈസ്, പഴം. ഓക്കേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ബനാനന്റെ ഇത് ഡ്രസ് വേണോ അതോ? അയ്യോ ബാറ്റ്മാൻ ഗൈസ്, ബാറ്റ്മാൻ. അയ്യോ പിടിച്ചാ? അയ്യോ അല്ലടാ, പിടിച്ചില്ലടാ ഗൈസ്. നമ്മളില്ലേ 9ാമത്തെ അവിടെ ഇല്ലേ ബനാന അവിടെ വെക്കണ്ടേ? അവിടെ സംഭവം എന്താ വെച്ചില്ലേ ഗൈസ്, ഇവിടെ സംഭവം എന്ന് വെച്ചാ ഇന്ന് മറ്റേ സംഭവമാണ്. ഈ പ്രേതത്തിന്റെ ദിവസം എന്ന് പറയുമ്പോൾ ഇവര് ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വീട്ടിൽ പോയിട്ട് മുട്ടായി വാങ്ങൂലേ ഗൈസ്? അപ്പില്ലേ ഇവിടെ ബനാന ഉണ്ട്, ക്ലോത്ത് അല്ലടാ ക്ലൗണാടാ. ഞാൻ എന്ത് മണ്ടനാ ഇത്, ഞാൻ വായിച്ചത് ക്ലോത്ത് എന്നാടാ. അയ്യയ്യേ
ഗൈസ് അപ്പം ഇവിടെ ബനാനൻ്റെ ഉണ്ട് ക്ലൗൺ ഇട്ടിട്ട് പോകുമ്പോന്ന് ഒരു ബാറ്റ്മാൻ പിടിച്ചിട്ട് വന്നത് അല്ല പിടിക്കാൻ വന്നത്. അപ്പം നമുക്ക് ഇപ്രാവശ്യം ബനാന ഇട്ടേക്കാം. അയ്യേ കുറച്ച് ബനാന കുറച്ച് കൂടിപ്പോയല്ല ഗൈസ്. ബനാന കുറച്ച് കൂടിപ്പോയി. ഓക്കെ ബാബാപ്പുവല. ഇപ്പം ആ ബാറ്റ്മാൻ വരും ഗൈസ്. ഓക്കെ അപ്പം നമ്മൾ ഈ പഴം വെച്ച് അടിക്കുന്ന തോന്നുന്നു. ഓക്കെ നോക്കാം. ഓ റൂട്ട് മാറി ഗൈസ്, റൂട്ട് മാറി. നമ്മൾ നേരത്തെ പോയപ്പം നൈസ് ഹൗസ് സ്പൂക്കി ഹൗസ്, നൈസ് ഹൗസ് സ്പൂക്കി ഹൗസ് ഗൈസ്. നല്ല എടാ ഇവിടെ എന്താടാ പറയണ്ടത്? നൈസ് ഹൗസ് ഉണ്ട് ഗൈസ്, സ്പൂക്കി ഹൗസ്. നൈസ് ഹൗസ് കൊടുത്തു നോക്കാം, നോക്കട്ടെ. ഓ നമ്മൾ മറ്റേ മുട്ടായി പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു ഗൈസ്. പിരിവ്. ആഹാ ചേച്ചി. അയ്യൻ്റെ മോനെ എടാ നമ്മളെ നൈസിൽ ഒഴിവാക്കിയടാ. സ്പൂക്കി ഹൗസ് സ്കേരി ഹൗസ്. സ്പൂക്കി ഹൗസ് കൊടുത്തു നോക്കിയിട്ട് ഗൈസ്. സ്പൂക്കി ഹൗസും പരത്തിയിട്ട് പോയാന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ. ഗൈസ് ആ പഴത്തിൻ്റെ ഇടക്ക് തലകൂടി ചാവാതെ നിന്നാ മതി. നമ്മൾ അടുത്തൊരു വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അയ്യോ എന്റെ പൊന്ന് ഗൈസ് പേടിപ്പിച്ചിട്ട്. ഓ ഈ ചേട്ടൻ നല്ലവനാ ഗൈസ്, ഇത് നമ്മളുടെ വൈബുള്ളവരാ ഗൈസ്. കുറച്ച് മുട്ടായൊക്കെ കിട്ടിയിട്ടുണ്ട്, സന്തോഷായി. ഓക്കെ ഗൈസ്. അല്ല പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ 10ാമത്തെ വയസ്സിലേക്ക് കിടക്കണേ ഗൈസ്. കിണ്ണം കാച്ചി ഗെയിമാടാ, കിഡിലും ഗെയിം കാണാൻ പാങ്ങുണ്ട്, അല്ല കളിക്കാൻ പാങ്ങുണ്ട്, സോറി. ഓക്കെ അങ്ങനെ 10ാമത്തെ വയസ്സിൽ എന്താ ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ ഗൈസ് നമ്മളൊരു പൂളിൽ അച്ഛൻ്റെ അപ്പുറം സ്വിമ്മിങ് പഠിക്കുക. എന്നെ കണക്കെ തന്നെ ഗൈസ്, നീന്താൻ അറിയില്ല, എനിക്കും അറിയില്ല ഗൈസ്. കീപ്പ് ട്രെയിനിങ് ഉണ്ട്, ഐ ആം റെഡി നൗ ഗൈസ്. ഇവൻ്റെ ഈ പെടപ്പത്തരവും ബഗടത്തരവും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കീപ്പ് ട്രെയിനിങ് ആണ് ഗൈസ്. ഇവൻ ഇപ്പാട്ടം ഇത് നീന്താൻ പോയാൽ എന്നെ കണക്കെ മുങ്ങിച്ചാവത്തേ ഉള്ളൂ ഒരു മണിക്കൂറിന് ശേഷം. ഓക്കെ ഗൈസ് അത് കറക്റ്റാടാ. എൻ്റെ പൊന്ന് ഗൈസ്, കുണ്ടിക്ക് മോട്ടർ വെച്ചണക്കാണ് സമയം പോയത്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ 10ാമത്തത് കംപ്ലീറ്റ് ആക്കി. അപ്പം നമ്മൾ തെറ്റ് കറക്റ്റ് നമ്മൾ അവിടെ ഓപ്ഷനില്ലേ തെറ്റ് നക്കിയായില്ലേ ഗൈസ്, നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യണം. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ 11ാമത്തതിൽ എന്താ, ഓ അച്ഛൻ മറ്റേ വണ്ടി കഴുകുക. സാമല് ഇത് മലയാളം അല്ല എന്റെ പൊന്ന് ഗൈസ്, പ്രഷർ വാഷർ ഒടുക്കത്തെ പവറാ. ഓ നമ്മൾ ഈ വണ്ടി മൊത്തം ഒന്നില്ലേ സെറ്റിലാക്കണം. എന്റെ പൊന്ന് ഗൈസ് ഇമാതിരി പവറിൽ പോയില്ലേ, വണ്ടിന്റെ പെയിന്റ് അടങ്ങി വരുമല്ല അല്ല ഗൈസ്. ഓ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് പൂളിലൊക്കെ പോയിട്ട് കൊണ്ടുവന്നല്ലേ ഗൈസ്. അച്ഛൻ ഇതില്ലേ ഓഫ് റോഡ് കൊണ്ടുപോയി തോന്നുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നതില്ലേ ടൊയോട്ടൻ്റെ ഹൈലക്സ് വല്ലതായിരിക്കും അല്ലേ. ഓക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ എടാ കഴുകുമില്ല, വൃത്തിയായിട്ട് കഴുകണം ഗൈസ്. അത് ആരുടെ വണ്ടി ആയാലും സ്വന്തം വണ്ടി ആയാലും. ഓക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത ഭാഗം ഏതാ? ഓക്കെ ഗൈസ് അടുത്ത ഭാഗം ബോണറ്റാ. ഓക്കെ നമ്മൾ ഇതും കംപ്ലീറ്റ് ആക്കിയിട്ട് നൈസിലങ്ങട്ടെ. ഓക്കെ ഇനി അടുത്ത ഭാഗം, അടുത്തത് ഏതാ? നേരെ ഓപ്പോസിറ്റ് ആടാ. ഓക്കെ ഇനി ഇതും കൂടി ഉണ്ട് ഗൈസ് സെറ്റ് ആയിട്ടെ. ഓക്കെടാ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്, 100%. ഓക്കെടാ നമ്മളെങ്ങനെ 11ാമത്തെ വയസ്സിൽ നിന്ന് 12ലേക്ക് പോലെയായി. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി കുഞ്ഞിൽ നിന്ന് മുതിർന്നവരിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്, കുറച്ചും കൂടി മെച്യൂരിറ്റി ആയിട്ടുണ്ട്. ഓക്കെ ഓ ചർച്ച് ഗൈസ്, ചർച്ച് പള്ളി. നമ്മൾ മറ്റേ ഇതില്ലേ ഗൈസ്, ഏതാടാ നമ്മൾ ഇതാക്കാൻ വന്നാന്ന് തോന്നുന്നു. എടാ കുർബാനല്ല ഗൈസ്. എടാ നമ്മൾ ഈ തെറ്റൊക്കെ ഏറ്റ് പറയൂലേ, അതിന് വന്നതെന്ന് തോന്നുന്നു ഗൈസ്. എടാ അതിനെന്തോ പറയലുണ്ടല്ലോ ഗൈസ്, ഞാൻ മറന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ ഗൈസ് വേർഡ് പീസ് ഗുഡ് ഡോണ്ട് എക്സിറ്റ്. വേർഡ് പീസ് ഉണ്ട് ഗൈസ്, ഗുഡ് ഡോണ്ട് എക്സിറ്റ്, ഗോഡ് ഡസൻറ്റ് എക്സിറ്റ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഗൈസ്, എനിക്ക് അവിടെ മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. അയ്യോ ഗൈസ് പള്ളിയിലച്ഛൻ വന്നിട്ട് എന്തോ ചെയ്തെന്നെ. ഓ നമ്മൾ ശരിയാന്ന് തോന്നുന്നു ഗൈസ് നെക്കിയത്. ഓക്കെ നമ്മൾ കറക്റ്റാ ചൂസ് ചെയ്തെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ നോക്കട്ടെ, ആടാ നമ്മൾ പെർഫെക്റ്റാ ചെയ്തേ. ഓക്കെ ഗൈസ് അങ്ങനെ ഡയറക്റ്റ് 13ാമത്തെ വയസ്സിലേക്ക് കടന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് ഇത് മറ്റേ നമ്മളെ എടാ ഇവനിപ്പോ ആക്കിയ ആക്ഷൻ കാണുന്നില്ലേ ഗൈസ്, നമ്മളുടെ ഷാറുഖ് ഖാന്റെ മറ്റേ സീൻ ഗൈസ്. അതില്ലേ അത് ഓർമ്മയിരുന്നു ഗൈസ് എനിക്ക് ഇപ്പൊ ഇവനാക്കിയപ്പോ. ഓക്കെ നമ്മളിനി 13 വയസ്സിലേക്ക് അല്ല 13ാമത്തെ വയസ്സിലേക്ക് 13 years old. ഓക്കെ നമുക്കിനി ഇതിലെന്താ സംഭവിക്കാൻ നോക്കട്ടെ. ഓ നമ്മൾ സ്കൂളിലാന്ന് തോന്നുന്നു ഗൈസ് ഉള്ളത്, ആടെ സ്കൂളിലാണ് ഉള്ളത്. നമ്മളൊരു ഇൻട്രോവേർട്ടാന്ന് തോന്നുന്നു ഗൈസ്, ഒറ്റക്കൊക്കെ നടക്കുന്നത്, നമുക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല ഗൈസ്. It was at this moment he knew he fucked up.
ഗൈസ് സീനിയറാ ഗൈസ്, നമ്മള് ജൂനിയറും. ഓ ഫൈറ്റ് ഉണ്ട്, കീപ്പ് ആക്കി ഫൈറ്റ് ഒന്നും നോക്കാനില്ല. ഇടിച്ച് തല്ലടവനെ, കൊല്ലടവനെ, അടിക്കടവനെ. എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാ. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എന്റെ പൊന്ന് ഗൈസ്, പഞ്ച് കൊടുക്കാതെ. എന്റെ പൊന്ന് ഗൈസ്, അയ്യോ അത് വീക്കായിരുന്നാ. അയ്യോ കിട്ടിയൊന്ന്, കിട്ടി. എടാ എനിക്കൊന്ന് ചോപ്പ് വെക്കുമ്പോയിരിക്കും ഗൈസ് പെർഫെക്റ്റ്. ഗൈസ് ഇങ്ങോട്ട് കിട്ടിയല്ലേ അങ്ങോട്ട് കൊടുക്കും. അല്ല പിന്നെ അങ്ങോട്ട് മാറി നിൽക്ക്. സ്ലോ മോഷൻ. ഓ നമ്മളെ ഗേൾ ഫ്രണ്ട്. എടാ നമ്മൾ ആദ്യം തിന്നാൻ വിളിച്ചിട്ട് വരാത്ത കളിപ്പൊന്ന് ഇപ്പൊ നമ്മളൊപ്പം വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ 14 വയസ്സിലെത്തി ഗൈസ്. നമ്മളങ്ങനെ മുതിർന്ന് പോയി ഗൈസ്. എന്നാലും നമ്മളൊരു അടി അടിച്ചപ്പോഴേക്ക് ഇവള് എങ്ങനെയാ നമ്മളപ്പം കൂടി വന്നത് ഗൈസ്. നമ്മൾ അവസാനം സ്ലോ മോഷനിലൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളോട് ഇപ്പം ഇല്ലേ അവളുടെ അടുത്തേക്ക് പോകാനാണ് പറഞ്ഞത്. ഏതാ വെച്ചാലില്ലേ ഇവിടെ നമ്മളൊരു അയ്യോ സോറി മോനെ, ചേട്ടന് കണ്ണ് കണ്ടൂടാ. മാറ്. എനിക്കൊന്ന് ആരും അടിക്കാണ്ട് ഇവരുടെ അടുത്ത് പോണെന്ന് മാറാ. ഓക്കെ, ഇവളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എടാ പോടാ. ഇനി എന്താ ചെയ്യണ്ടേ ഗൈസ്? നമ്മൾ അവിടെ എത്തിയിട്ട് ഓക്കെ ഗൈസ്, നമ്മൾ 15 വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ ഗൈസ്, നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഇവൻ അവളെ ഓർത്ത് കിടക്കുക. ഫോണൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് സ്വന്തമായിട്ട്. അങ്ങനെയാണെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്യേണ്ട ടൈമായി. രാത്രി ഇവന് എണീച്ചിട്ട് എന്താ പരിപാടി? ഗോ ടു സ്കൂൾ. രാത്രി തന്നെടാ, രാവിലെയാ. സ്കിപ്പ് സ്കൂള് ഗൈസ്. എന്നെപ്പോലെ തന്നെ രാവിലെ എണീച്ചിട്ട് മടിയാണ് സ്കൂളിൽ പോയാൽ. സ്കൂളിൽ എത്തിയ കോളേജിലൊക്കെ എത്തിയ വൈബാ, പക്ഷെ അവിടെ എത്തുന്ന വരെ ഒരു മടി ഗൈസ്. അപ്പം നമുക്ക് കോളേജ് കട്ട് ചെയ്യണ സ്കൂള് കട്ട് ചെയ്യണ്ടേ ഗൈസ്? നമ്മൾ ഇൻട്രോവേർട്ട് ഒന്നല്ല, നമ്മൾക്ക് കുറച്ച് ബുദ്ധിയിലൊരു ഇൻഡസെൻ്റ് ആവണം ഗൈസ്. നമുക്ക് ജോലിയൊക്കെ വേണ്ടേ? അപ്പോൾ നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാം. സ്കൂളിൽ പോടാ എനിക്ക് പോടാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളുടെ മാത്സ് മാഷ് ഇവിടെ എന്തെല്ലോ ജപ പറയുന്നുണ്ട്. കറഫാണേ എന്തൊക്കെയോ പറയുന്നത് ഗൈസ്. നമ്മൾ ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ എത്തിയില്ലേ ഗൈസ്? 10 മണിക്കത്തെ സ്കൂളിന് 10:35 വീട്ടിലല്ല ഗൈസ്, ക്ലാസ്സിനെത്തി. ഇത് ഭാഷ ഗൈസ് നിങ്ങൾ കണ്ടാർന്ന അത്? നമ്മളത് കറക്റ്റാർന്ന്. നമ്മള് കറക്റ്റാടാ ചെയ്തത് ഗൈസ്. നമ്മൾ ഇതുവരെ ഒറ്റൊരു റോങ്ങേ നമ്മൾ ഇതെന്താടാ ഇങ്ങനെ പോകുന്നേ ഗൈസ്? അതെന്താടാ അങ്ങനെ പോയത്? ഇവനെന്താ പൊണ്ണയാ? അതിലെ പോയിട്ട് ഇതിൽ തന്നെ എത്തി ഗൈസ്. എനിക്ക് തോന്നുന്നത് അന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യണമെന്ന്. അയ്യോ ഗൈസ്, ഞാനത് സ്കിപ്പ് ചെയ്യണമെന്നാ തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. എനിക്കൊന്നുമില്ലേ അന്ന് സ്കൂള് സ്കിപ്പ് ചെയ്യത് വല്ലതുമാണായിരിക്കും. എനിക്ക് വന്നതില്ലേ നമ്മൾ 14 വയസ്സിൽ നമ്മളുടെ കാമുകിയുമായിട്ട് കണ്ടുമുട്ടിയല്ലോ. അപ്പം നമ്മൾ ഇന്ന് അവളപ്പുറം കോഫി കുടിക്കാൻ വല്ലതും പോകാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യണമായിരിക്കും ഗൈസ് സ്കൂള്. നോക്കട്ടെ. ഓക്കേടാ ഗൈസ്, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മൾ സ്കൂള് കട്ടാക്കിയിട്ട് അവളുടെ അടുത്തേക്ക് പോയിരിക്കുന്നു ഗൈസ്. അവള് വേറെ കാമുകന്മാരപ്പുറം സംസാരിക്കുകയും തോന്നുന്നു ഗൈസ്. പപ്പനെ വിളിക്കുന്ന പന്നി. ഓട്ടോ മത്സരം കളിക്കാന്നായിരിക്കും ഗൈസ് പറഞ്ഞേക്കണേ. പപ്പായോമി എന്നൊക്കെ പറയുന്നത് ഏതോ ചൈനയാട്ടാന്ന് ഗൈസ് ഭാഷ. നമുക്ക് മലയാളി അറിയൂ. ഓക്കെ ഗൈസ്, നമ്മ മലയാളി കിടുക. നമ്മൾ 15 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 16 വയസ്സിലേക്ക് കടക്കുകയാണ്. ഡയറക്റ്റ് ഗോ. ഓക്കെ നമ്മളിനി അവിടുന്ന് നമ്മൾ കളിക്കാൻ പോയില്ലേ, അവിടുന്നാടെ ഇനി. ഇവിടുന്ന് ഇനി എന്ത് ചെയ്യണ്ടേ? എക്സസൈസ് ചെയ്യാനാണോ വന്നേക്കണേ? നമ്മള് കുളത്ത് കുളിക്കാനല്ല ഗൈസ്. ഈ പന ഗൈസ്, അങ്ങനത്തെ അടുത്ത് കുളിക്കാൻ വന്നയാ ഗൈസ്. ജമ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ അടുത്ത് 5 എണ്ണം ഇത് കൊടുക്കണം. നമുക്കിപ്പോ ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ ഗൈസ്, ജമ്പ് ചെയ്യാണ്ടിരിക്കാൻ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ 17 വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. 16 വയസ്സിൽ കുറച്ച് ഊളായി പോയി ഗൈസ്. കാരണം നമുക്കൊന്നും ജമ്പ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ അത്രയും എത്തിയിട്ട് നമുക്ക് അവിടെ കുളിക്കാണ്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. പിന്നെ ഡോണ്ട് ജമ്പ് എന്ന് ചോദിച്ചിട്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ലേ, ഞാനും എൻ്റെ കാമുകിയും മാത്രമേ ഉള്ളൂ അവിടെ. നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കാട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ നടന്നില്ല. വിഷമിക്കണ്ട. നമ്മള് PS5 എടുത്ത് ഗെയിം കളിക്കുന്നു. അമ്മ ചീത്ത പറയാൻ വന്നിട്ടുണ്ട്. അമ്മക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അമ്മ പറയുന്നത് കേൾക്കുന്നില്ല. ഗൈസ്, പ്ലഗൂരി എന്റെ പൊന്ന് ഗൈസ്, പ്ലഗൂരി ഗൈസ്. അത് സഹിക്കൂല ഗൈസ്.
ഫുഡ് തരാതെന്നോ. പക്ഷെ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് സ്വിച്ച് ഓഫ് ആക്കിയേണ്ടല്ലോ ഗൈസ്. എവിടെ നിന്നില്ലാത്ത ദേഷ്യം എനിക്ക് വരും ഗൈസ്. ഹഗ് ഹെർ, ഇഗ്നോർ ഹെർ ഗൈസ്. അമ്മയാണ് ഗൈസ്, ദൈവം കഴിഞ്ഞ അമ്മയാണെന്നാണ്. ഓക്കെ, പക്ഷെ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് സ്വിച്ച് ഓഫ് ആക്കിയാൽ അത് ശരിയാവുമോ ഗൈസ്? ഗൈസ് അമ്മനോട് ദേഷ്യപ്പെടണോ അതോ അമ്മനെ പോയി കെട്ടിപ്പിടിക്കണോ ഗൈസ്? കെട്ടിപ്പിടിച്ചാൽ നമുക്ക് നൈസിലില്ലേ അമ്മനെ കൺവിൻസ് ചെയ്യാം. കെട്ടിപ്പിടിച്ചിട്ട് 2-3 കരച്ചാലും ഉമ്മയൊക്കെ കൊടുത്തല്ലേ ഗൈസ്, അമ്മ നൈസിൽ വിടും. പക്ഷെ ഇഗ്നോർ ചെയ്താൽ അമ്മക്ക് അതൊരു ടെൻഷനാവും ഗൈസ്. അത് നല്ലതല്ല. കാരണം വീട്ടിൽ നിന്ന് ഫുഡാട്ടം തന്നില്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. അവിടെ ഞാൻ ഹഗ് ചെയ്യാൻ പോവാ. അയ്യോ അമ്മ ചോദിച്ചു പോയി ഗൈസ്. നമ്മളെ അമ്മനേക്കാളും നീളുണ്ടല്ലോ ഗൈസ്. അത് തെറ്റാണെന്നാ തോന്നുന്നത്. ഓ അത് തെറ്റല്ല, അത് കറക്റ്റാടാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ 20ാമത്തെ വയസ്സിലേക്ക് അങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു പുരുഷനായടാ, പുരുഷൻ ഗൈസ്. പുരുഷൻ ഉദ്ദേശിച്ചത് കുറച്ച് ചെറുതിൽ നിന്ന് കുറച്ച് വലുതായി കുറച്ച് മെച്യൂരിറ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. എടാ ഇവിടുന്നില്ല ഗൈസ്. ഇനി 1 2 3 4 5 വഴികളുണ്ട് ഗൈസ്. 5 വഴികൾ. എനിക്കൊന്നും ഓരോന്നില്ലേ ഓരോരോ ജീവിത കഥയാന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം ഇവിടത്തേക്ക് പോയാൽ വേറെ ജീവിതമായിരിക്കും, ഇവിടത്തേക്ക് പോയാൽ വേറെ ജീവിതമായിരിക്കും. പക്ഷെ ശരിക്കും ജീവിതം തുടങ്ങുന്നതില്ല ഗൈസ്. 18ാമത്തെ വയസ്സ് മുതലാണ് ജീവിതം തുടങ്ങുന്നത്. അത് അനുഭവിച്ചവർക്കേ അറിയും ഗൈസ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ 20ാമത്തെ വയസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോയിന്ന്. നമ്മൾ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഐഫോൺ S23 അൾട്ര. ഓക്കെ, അയ്യോ ഗൈസ് ഇതെന്താ? ഓ ഗൈസ് ഇതില്ലേ മറ്റേത് ഗൈസ്, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ഗൈസ്. കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആയിടാ ഞാൻ. ഓക്കെ, ഇവള് അക്സെപ്റ്റ്. ഓക്കെ, തെറ്റുണ്ട് ഇഷ്ടമുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കില്ലേ ഇവിടുന്ന് എൻ്റെ പൊന്ന് ഗൈസ് ചിമ്പാൻസി അല്ല ഗൈസ്, ഗോറില്ല ഇത്. എൻ്റെ പൊന്ന് ഗൈസ് ഗോറില്ലൊക്കെ ഉണ്ടോ? എടാ ഗോറില്ലൊക്കെ എങ്ങനെയാ കല്യാണം കഴിക്കുക? എൻ്റെ പൊന്നെ എൻ്റെ മോനെ, ഗോറില്ലനൊക്കെ എങ്ങനെയാണ് കല്യാണം കഴിക്കുക ഗൈസ്? നമുക്ക് ഈ കുഞ്ഞിനെടുക്കാം. ഇത് വേണ്ട. അതെന്താ അങ്ങനത്തെ ഗൈസ്? ഇവളല്ല ഗൈസ്, ഇവളെ കാണാൻ കുറച്ചും കൂടി പാങ്ങുണ്ട് ഗൈസ്. ഇവള് ഡാൻസുകാരി. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇതെന്താന്ന് എൻ്റെ പൊന്ന് ഗൈസ്? ഒഴിഞ്ഞു പോ ഗൈസ്. ഇവിടെ വീണ്ടും ഗൈസ് ഇതെന്താടാ? നീ എന്താടാ ഇവിടെ? നിനക്കെന്താടാ ഇവിടെ പണി ഗൈസ്? ഇതെന്താ ഇവിടെ? നമ്മളെന്താ ആണും കല്യാണം കഴിക്കാൻ പോകുന്നത് ഗൈസ്? അത് ശരിയല്ല ഗൈസ്. എടി ഇവളെ എടുക്കാം ഗൈസ്. ഇവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യു. ആർ യു ഷുവർ? യെസ് ഗൈസ്, ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ കല്യാണത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എൻ്റെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറയരുത് ഗൈസ്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് 21ാമത്തെ കല്യാണത്തിലേക്ക്, അല്ല 21ാമത്തെ വയസ്സിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണം ഈ മാസം 21 നടക്കുന്നതാണ്. എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട ഗൈസ്. ഓക്കെ, കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ 21ാമത്തെ വയസ്സിലേക്ക് പോവാം. ഓക്കെടാ, നമ്മൾ ഏതോ ഒരു ടെലിഗ്രാമാ. ഇവളെ ടെലിഗ്രാമെന്നാന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ പൊക്കിയ. ഞാനും അവളും മറ്റേ പാർക്കിലൊക്കെ പോയിട്ട് ഫുള്ള് പർച്ചേസിങ്ങും കോഫി കുടിക്കലും ഗൈസ്. ജ്വല്ലറി പെട്ട് ഗൈസ്. ജ്വല്ലറിയിലേക്ക് കയറി ഗൈസ്. ഇവൾക്ക് എന്തോ പ്രാന്താട്ടമുണ്ട്. നമ്മളീ ആകെ 5 രൂപയുണ്ട് ഗൈസ്. എന്നിട്ട് ഇവള് കൊണ്ടുപോയത് ജ്വല്ലറിയിലേക്ക് ഗൈസ്. ഇതിൽ ഏത് വാങ്ങിക്കൊടുക്കാനാടാ പറഞ്ഞേ? ഓക്കെ, ഇത് ബൈ ചെയ്യാനുണ്ട് ഗൈസ്. എടാ നമ്മളെ അങ്ങനെ പൈസ ചിലവാക്കണോ ഗൈസ്? അവരെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാലും ഇത്രയൊക്കെ പൊന്നു വല്ലതും വാങ്ങിച്ചു കൊടുക്കാം ഗൈസ്. നമുക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാം, $100 വാങ്ങിച്ചു കൊടുക്കാം. ഇത് കണ്ട ഗൈസ്, ഒറ്റ 10, 100, 1000, 10,000. ഇത് $20,000, ഇത് $100 ഗൈസ്. നമുക്ക് $100 വാങ്ങിച്ചു കൊടുക്കാം. അയ്യോ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട ഗൈസ്, അയ്യോ അവള് പോയി. അയ്യോ ചൊടിച്ച് മുത്ത പോരാ. അത് കറക്റ്റാടാ. നമ്മളത് വാങ്ങിച്ചു കൊടുക്കണ്ട ഗൈസ്. ഞാനില്ലേ ഇതിൽ 2 കൂട്ടേ നമ്മൾ തെറ്റ് സംഭവിച്ചിട്ടല്ലേ ഗൈസ്. ഒന്ന് ഞാൻ തെറ്റാണോന്ന് അറിഞ്ഞിട്ടില്ല, ഒന്ന് തെറ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നേരെ നമ്മൾ നൈസിൽ അവളെ ഒഴിവാക്കിയാന്ന് തോന്നുന്നു ഗൈസ്. കള്ളച്ചറ്റ അവൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവൾ അവിടുന്ന് നൈസിൽ ഒഴിവാക്കി ഗൈസ്. ഓക്കെ, നമ്മളിനി 22ാമത്തെ വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കാം. നമ്മൾ ഏതോ പട്ടിക്കാട്ടിൽ നിൽക്കുന്നു. നമ്മൾ ഫോണിൽ ഗൈസ് നമ്മളില്ലേ അവളോട് നമ്മൾ ചാറ്റ് ചെയ്യുന്നു. വാട്സപ്പ്. ഹലോ ഹേ ഡു യു വാണ്ട് ടു ഹഗ് ഹാങ് ഔട്ട്? ഓക്കെ, നോ ഹായ് ഓടെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടില്ലേ ഗൈസ്? നമ്മൾ മെസ്സേജ് അയച്ചിട്ട് അവർ റിപ്ലൈ തരുന്നില്ല.
അതിൻ്റെ ടെൻഷനില്ല. കാരണം എന്ന് വെച്ചാൽ അവൾ പറഞ്ഞ സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. അവൾക്ക് വിഷമായി വീട്ടിൽ പോയി അച്ഛനൊക്കെ പറഞ്ഞ് കരഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. ഡിവോഴ്സ് ആക്കൽ അല്ല, നമ്മൾ കല്യാണം കഴിക്കില്ല. കല്യാണം ഈ മാസം 21 ഓക്കെ ഗൈസ്. നമ്മൾ റിലേഷൻഷിപ്പിലാണ് ഉള്ളത് ഗൈസ്. കാരണം നമ്മൾ ഈ മറ്റേ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കണമെന്ന് തോന്നുന്നു. ഓക്കെ ഹായ് യോ ഹലോ ഗൈസ്. വാട്സപ്പ് ഉണ്ട്, ഹൗ ആർ യു. വാട്സപ്പ് ആക്കണ്ട ഗൈസ്. വാട്സപ്പ് എന്ന് പറയുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഒരാളാണോ എന്ന് ചോദിക്കേണ്ടത്. കുറേ നാൾ അല്ലെങ്കിൽ സംസാരിക്കാത്ത ഒരാളോടൊന്ന് നമ്മൾ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കേണ്ടത്. അപ്പം നമുക്ക് ഹൗ ആർ യു ചോദിക്കാം. അതല്ല ഗൈസ് അതിൻ്റെ ഒരു മഹിമ. ടോക്ക് ടു മീ പ്ലീസ് റെസ്പോണ്ട് ഗൈസ്. പ്ലീസ് റെസ്പോണ്ട് എന്ന് പറയുമ്പം അതൊരു ഇതാണ്. ടോക്ക് ടു മീ എന്ന് പറയുമ്പം നമ്മൾ അവിടെ പ്ലീസ് അല്ല, ടോക്ക് ടു മീ, നീ എന്നോട് സംസാരിക്കൂ പ്ലീസ് റെസ്പോണ്ട്. നീ ഇതിനൊക്കെ റെസ്പോണ്ട് താന്ന് പറയുമ്പോൾ ഗൈസ് അതൊരു ഷൗട്ട് ചെയ്യുന്ന ആൾക്കായില്ലേ. അതുകൊണ്ട് ഞാൻ ടോക്ക് ടു മീ പ്ലീസ് ഓർത്ത് നോക്കിയിട്ട് അതല്ലേ അതിൻ്റെ ഒരു ക്യാരക്ടർ. ഗെറ്റ് ലോസ്റ്റോ, അയ്യോ ഗൈസ് അവള് ഗെറ്റ് ലോസ്റ്റ് അടിക്കാൻ പറഞ്ഞു. അയ്യോ ഗൈസ് നമ്മളാ ഫോണൊക്കെ എടുത്തെറിഞ്ഞ് ഗൈസ്. ഓ മൈ ഗോഡ്, വാട്ട് ആർ യു ഡൂയിങ്? ജമ്പ് മേക്കപ്പോ ഗൈസ്. തുള്ളാനുണ്ട്, മേക്കപ്പ് ഉണ്ട് ഗൈസ്. ഞാൻ മേക്കപ്പ് ഒക്കെ നോക്കിട്ടാ. ഇവിടെ എന്താ തിരിഞ്ഞിട്ടാ. അയ്യോ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല മകനെ. ഓ അല്ല പൊന്നെ, ഞാൻ വിചാരിച്ച് ജമ്പ്. അയ്യോ ജിമ്പയോ, അയ്യോ മോനെ. ഗൈസ് എനിക്കൊന്നും തിരിഞ്ഞില്ല. നമ്മള് കറക്റ്റ് ആടാ നിക്കേ ഗൈസ്. നമ്മളെല്ലാം കറക്റ്റ് ആടാ നിക്കണേ. 23 വയസ്സുണ്ട് ഗൈസ്. നമുക്ക് 25 വയസ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, എന്നിട്ട് ബാക്കി നെക്സ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഏകദേശം 3/4 മണിക്കൂറിൻ്റെ അടുത്തായി. എടാ ഗൈസ് നമ്മളില്ലേ അവിടെ സംഭവം എന്ന് വെച്ചാലേ നമ്മൾ പറഞ്ഞത് ശരിയാ. പക്ഷേ ഇല്ലേ അവള് യു ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മളോട് ജമ്പ് ചെയ്യാനും പറഞ്ഞു, മേക്കപ്പ് ചെയ്യാനും പറഞ്ഞു ഗൈസ്. എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ച് ജമ്പ് നോക്കിയാൽ അവൻ പോയിട്ട് സൂസൈഡ് ചെയ്ത് ഈ കൊലക്കേസിൽ തന്നെ അമ്മനെ പിടിക്കാൻ കഴിയില്ല ഗൈസ്. അപ്പോൾ 23ാമത്തെ വയസ്സിലേക്ക് നടത്തിയിട്ടുണ്ട്. ഇനി എന്താവാ നോക്കാം ഗൈസ്. ഓക്കെ ഓ അവള് പോയിട്ടാ എൻ്റെ കൊച്ചു കള്ളി പോവും അങ്ങനെ. ഓ ലംബർ ഗംബർ ഗൈസ്, ലംബർ ഗംബർ. ഓ ചതിക്കിടയിൽ വഞ്ചന ഗൈസ്. അവളൊരു ലംബോർഗിനി കണ്ടപ്പം അവളുടെ കൂടെ പോയി കള്ളപ്പന്നി വെടിവെച്ച് കൊല്ലണ്ട ഗൈസ്. ഫൈൻഡ് എ ജോബ് ഗൈസ്. അതെന്തൊരു ചോദ്യാടാ ഗൈസ്. നമ്മൾ ഇത്രയും കൊണ്ട് നടന്നൊരു പെണ്ണ് ഒരു പണക്കാരനെ കണ്ടപ്പം അവൻ്റെ കൂടെ കീനി പോണെങ്കിൽ അവള് ചെറ്റയാണ് ഗൈസ്. ഇരട്ടിപ്പാറ ചെറ്റയാടാ അവൾ ഇരട്ടിപ്പാറ ചെറ്റയാടാ ഗൈസ്. നമുക്കിപ്പോൾ ഇല്ലേ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ടടാ. കരയാൻ ഗൈസ്. പെണ്ണ് പോയി നട്ട് ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്, പണിക്ക് പോയിക്കോ മോനെ, പൈസ ഉണ്ടാക്കാൻ നോക്കിക്കോ. അല്ലാണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു പണിയും ഇല്ല ഗൈസ്. അല്ല കണ്ട നമ്മൾ ചിന്തിച്ച് നമുക്ക് ബുദ്ധിയുണ്ട് കണ്ട. എനിക്കറിയാം കാരണം വേറൊന്നുമല്ല ഗൈസ്. ആ പെണ്ണ് പോയി നട്ടില്ലേ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിന് പകരം പൈസ ഉണ്ടാക്കാൻ നോക്കിക്കോ. നീ പൈസ ഉണ്ടാക്കുന്ന നിനക്ക് നിന്റെ ബാക്കിൽ പെണ്ണും ബാക്കി എല്ലാവരും വരും ഗൈസ്. കണ്ടോ. അപ്പം നമ്മുടെ 25ാമത്തെ വയസ്സിൽ, അപ്പം 24 24 ഇവർക്ക് കട്ടായി തോന്നി ഗൈസ്. ഓക്കെ അപ്പം നമ്മൾ നേരെ 25ാമത്തെ ഗൈസ്. ഇത് ലാസ്റ്റ് ആണ്. ഇതും കൊണ്ട് നമുക്ക് 26ാമത്തേൽ എത്തിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്. ഇതും കൂടി എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നില്ല ഗൈസ്. പക്ഷേ ഡ്യൂറേഷൻ കുറച്ച് കൂടും ഗൈസ്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. മാനേജറോ നമ്മളില്ലേ ഗൈസ് മാനേജറിന് കോഫി കൊണ്ടുകൊടുക്കാൻ പോവാ. ഇനി നമ്മൾ മാനേജറിനെ വല്ലതും കല്യാണം കഴിക്കോ? ഭ്രാന്താന്നാ വിളിച്ചേ. അയ്യോ ഗൈസ് മാനേജറിന് നമ്മളെ ചായ ഇഷ്ടപ്പെട്ടില്ല. ക്ലീൻ അപ്പ് ദർ സ്പ്ലിറ്റ് കോഫി പഞ്ച് ഹെർ ഗൈസ്. കൊടുത്താലാ ഗൈസ്? നിങ്ങൾ എന്ത് പറയുന്നു ഗൈസ്? നമ്മൾ കഷ്ടപ്പെട്ട് ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പം ആ പെണ്ണുങ്ങ മുഖത്ത് നോക്കി തുപ്പിയത് കണ്ടിട്ടേ പഞ്ച് ഹെർ. ഒരു ദാക്ഷാണിയും ഇല്ല, ഒരു നാരായണിയും ഇല്ല ഗൈസ്. പഞ്ച്. ഓക്കെ പഞ്ച് കൊടുക്ക്. മുഖം നോക്കി ഒന്ന് കൊടുക്ക്. എൻ്റെ മോനെ ഞാൻ വിചാരിച്ചു മാനേജർ വെറും ഒണ്ണാന്ന്. ബെല്ലല്ല അതിനെ പിടിച്ചിട്ട് മാനേജറാക്കി. ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ, അവള് പോയി തുടക്കുന്ന വിചാരിച്ചേ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നടന്നത്. ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്ക് ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടിയിട്ടും ആ അടിയിൽ നമ്മൾ RIP റെസ്റ്റ് ഇൻ പീസ് ആയിട്ടുണ്ട് ഗൈസ്.
അപ്പൊ എനിക്ക് ചിരി നിർത്താൻ പറ്റണില്ല. കിടുക്കാച്ച് ഗെയിം നല്ല പാങ്ങട കളിക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ബായ്.